അപ്പോൾ നമ്മൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധത്തിന്റെ കാര്യങ്ങളായിരുന്നു ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുള്ള കാലം തൊട്ടേ ഉള്ള കാര്യങ്ങൾ എടുത്തു വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും നമ്മളൊരിക്കലും ഒരു കുഞ്ഞിനെ കറുപ്പോ വെളുപ്പോ എന്നുള്ള രീതിയിൽ വേർതിരിക്കാറില്ല. എന്നിരുന്നാൽ പോലും കറുപ്പിന് ഒരല്പം സ്വീകാര്യത കുറവും എന്നാൽ കുഞ്ഞ് വെളുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും എന്ന് പറയേണ്ടി വരും അല്ലെ. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളാണെങ്കിലും അയ്യോ പെൺകുഞ്ഞിന് നിറം കുറഞ്ഞു പോയല്ലോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും കേൾക്കേണ്ടി വരുന്ന ആളാണ് അമ്മ. പക്ഷെ അമ്മയ്ക്ക് കുഞ്ഞിന്റെ കളറിനോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോടോ അമ്മ ഒരിക്കലും കൺസേൺഡ് ആയിരിക്കില്ല. എന്നിരുന്നാൽ പോലും പലപ്പോഴും പല അമ്മമാരും കേൾക്കാറുള്ള അല്ലെങ്കിൽ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, അയ്യോ എന്താണ് കുട്ടിക്ക് കളർ കുറഞ്ഞു പോയത്, അച്ഛനും അമ്മയ്ക്കും കളർ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കുട്ടിക്ക് കളറില്ലാതെ പോയത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി പലരും നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു കളർ കൊണ്ട് അല്ലെങ്കിൽ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഒരിക്കലും പാടില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ എൻ്റെ കുട്ടി കുറച്ച് വെളുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാകും. അതുകൊണ്ടാണ് ഈ കുങ്കുമപ്പൂവൊക്കെ ഗർഭാവസ്ഥയിൽ കഴിക്കുന്നത്, പാലില് ചൂട് പാലില് കലക്കി കഴിക്കുന്നത്. ഒരുവിധം ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള കുങ്കുമപ്പൂ ശരിക്കും പറഞ്ഞാൽ എവിടുന്നെങ്കിലൊക്കെ ഒപ്പിക്കലും അത് കഴിക്കലുമാണ് കണ്ടുവരുന്ന ഒരു പ്രവണത. പക്ഷെ ആ ഒരു ഈ ഇപ്പൊ വീണ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ഫെയർനെസ് ക്രീം എന്നുള്ള കാര്യം ഇന്ത്യക്കാണ് ഇതിന് ഏറ്റവും വലിയ മാർക്കറ്റ്. ബാക്കി വേറെ ഏത് കൺട്രീസിലാണെങ്കിലും ഏത് കൾച്ചേഴ്സിലാണെങ്കിലും ഇപ്പോൾ എന്താണ് കുറച്ച് കറുത്ത നിറം കൂടി നിൽക്കുന്ന ആഫ്രിക്കൻ കൾച്ചറിൽ അവർക്ക് അവരുടെ നിറം അങ്ങനെയാണ് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരന്റെ ഒരു നിറം എന്ന് പറയുന്നത് ഒരു വലിയ കറുപ്പല്ല, എന്നാൽ ഒരു ഭയങ്കര വെളുപ്പമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, ഈ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നതായതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെളുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരാണ് കൂടുതലാണ് നമ്മുടേത്. അത് ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫെയർനെസ് ക്രീംസ് എന്നുള്ളതിന് ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയിലാണ്, ഇന്ത്യയും മറ്റ് ഏഷ്യൻ കൺട്രീസും. പക്ഷെ എങ്കിൽ പോലും ഏറ്റവും അധികം ഇന്ത്യയിലാണ്. കാരണം ഇത്രയും അധികം മിക്സ്ഡ് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നുള്ള കൾച്ചറും, സൗത്ത് ഇന്ത്യ എന്ന് കാണുന്നത് തന്നെ കറുപ്പ് എന്ന രീതിയിലാണ് കാണുന്നത്. ശരിക്കും അത് വളരെ ഒരു നാരോഡ് ഡൗൺ ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും അങ്ങനെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കളറിന്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ രണ്ട് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വീട്ടിനുള്ളിൽ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് നമുക്കിന്നിവിടെ നമ്മുടെ പ്രശസ്ത തേജസ് ഫെങ് ഷുയി ഡയറക്ടറായ ഡോക്ടർ ശ്രീ ഷാജി കെ നായർ സാർ ഇവിടെ ഉണ്ട്. സാറിനോട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. നമസ്കാരം സാർ. വീട്ടിനുള്ളിൽ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. പലരും മുമ്പ് ബോക്സുകളിലും മറ്റ് ഗ്ലാസ് ഇതിലൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഫ്ലോറിൽ തന്നെ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരുപാട് സജഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ്, അതെന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാം. നമുക്ക് ഈ ഫ്ലോറിൽ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വളരെ അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടുള്ള വീടുകളിൽ അകത്തളമൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അകത്തളം വയ്ക്കുമ്പോൾ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം അത് 4 കെട്ടൊക്കെ വരുന്ന വീടുകളിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പം പല ആൾക്കാരും ഈ കാലഘട്ടത്തിൽ അത് ആഡ് ചെയ്യാറുണ്ട്. അത് ഒത്തിരി ദോഷം നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടത്. ഇത്ര കോൽ ഇത്ര അങ്കുലം എന്നുള്ള അളവിൽ മാത്രമേ നമുക്ക് അകത്തളം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു ഒത്തിരി നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ്. കാരണം ബ്രഹ്മസ്ഥാനം 5 സെൻറ്റ് സ്ഥലമുള്ള ഒരാളും അകത്തളം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ. കാരണം അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, വീടിൻ്റെ ബേസ്മെൻറ്റ് ബ്രഹ്മസ്ഥാനം താഴ്ന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മസ്ഥാനം താഴ്ന്നു കിടന്നാൽ ആ വീട്ടിലുള്ള ഗ്രഹനാഥൻ്റെ കാര്യം പോക്കുന്ന അർത്ഥം. എത്ര സാമ്പത്തികം ഉണ്ടായി കഴിഞ്ഞാലും ആ സാമ്പത്തികം വളരെ അങ്ങ് നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു അവസ്ഥ അതിനകത്തുണ്ടാകും. പല അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒത്തിരി വീടുകൾ ഞാൻ അങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് അകത്തളം അത് മാറ്റി എടുത്തിട്ടുണ്ട്. അവിടുത്തെ എത്ര സാമ്പത്തികമുള്ള ആൾക്കാരായിരുന്നാലും പെട്ടെന്ന് ആ ആൾ വീണു പോകാനുള്ള ചാൻസ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പം ചോദിച്ച ചോദ്യം ഈ ഗ്രൗണ്ടിൽ ഫിഷ് ടാങ്കിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഴയ കാലഘട്ടങ്ങളിലാണ് 4 കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് അകത്തളവും കാര്യമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം 5 സെൻറ്റ് സ്ഥലത്തിലൊരു വീട് വയ്ക്കുന്ന ആൾക്കാർക്കും വീട്ടിലെ അകത്തളം അവർ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ അകത്തളം സെറ്റ് ചെയ്യുമ്പോൾ
ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലത്തിൽ വീട് വയ്ക്കുന്ന ഒരാൾ അകത്തളം സെറ്റ് ചെയ്യുമ്പോൾ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എപ്പോഴും താഴ്ന്നു കിടക്കും. ഇന്ത്യൻ വാസ്തു അനുസരിച്ചുള്ള കാര്യം പറയുന്നത്. ഈ ബ്രഹ്മസ്ഥാനം താഴ്ന്നാൽ വീട്ടിലുള്ള ഗ്രഹനാഥൻ്റെ അവസ്ഥ തീർന്നു എന്നാണ് അർത്ഥം. മനസ്സിലാകുന്നു? എത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാലും അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയാൽ തന്നെ തിരിച്ചു കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. കാരണം ഒത്തിരി വീട് ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. 10 സെൻറ്റ് സ്ഥലവും 5 സെൻറ്റ് സ്ഥലവും ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലമൊക്കെ ഒരു വീടുണ്ടാക്കിയിട്ട് അകത്തളവും അതിനകത്ത് ഈ എന്താ പറയുക റൂഫിൽ നിന്ന് വരുന്ന എല്ലാ വെള്ളവും വന്ന് അതിനകത്ത് വീഴുന്ന ഒരു രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ദോഷമാണ്. അതിന് പഴയ രീതിയിൽ അകത്തളം ചെയ്യുമ്പോൾ 4 കെട്ടിലാണ് അവർ ചെയ്യുന്നത്. തെക്കിനെയും വടക്കിനെയും കിഴക്കിനെയും ഒക്കെ ഉള്ള ഇതിലാണ് അവർ കെട്ടുന്നത്. കംപ്ലീറ്റ് അത് ഓടിലാണ്. അതായത് അതിനെ കൂര കോംപ്രമൈസ് ചെയ്ത് പോവും. അത് പോകേണ്ട ഇതുണ്ട്. ഇത്ര കോലം ഇത്ര അങ്കുലം എന്നൊക്കെ ഉള്ള അതിന് കണക്കുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും പുതിയ എൻജിനീയേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ, ആ വീട് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അത് നല്ല നമുക്ക് അകത്തളം വെച്ച് വീടുണ്ടാക്കാം. അപ്പോൾ അത് നമുക്കൊരു പഴയ ഒരു എന്താ പറയുക ഒരു പഴമയിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അത് ദോഷമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് കൂടിയാൽ ആ വീട്ടിൽ ചെന്ന് താമസമായി കഴിഞ്ഞാൽ 1 വർഷമൊന്നും പോകണ്ട. സാധാരണ എത്ര വാസ്തുദോഷമുള്ള വീട്ടിലാണെങ്കിലും 12 വർഷം പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അത് കഴിഞ്ഞ പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള വാസ്തുദോഷമുള്ള വീട്ടിൽ കൂടിയാൽ 1 വർഷമോ 1.5 വർഷം അതിനിടയ്ക്ക് നമ്മൾ അനുഭവിക്കും. അത് അത്രത്തോളം ദോഷമാണ്. അതേപോലെ തന്നെ ആ ചോദ്യം ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന കാര്യം, അങ്ങനെയല്ലേ? ഫ്ലോറിൽ. അപ്പോൾ ഫ്ലോറിൽ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുക? ഫ്ലോർ താഴ്ന്നിരിക്കണം, അല്ലേ? അതിൻ്റെ മുകളിൽ മാത്രമേ ഗ്ലാസ് ഇടത്തുള്ളൂ. ആണല്ലോ. അപ്പം ഒന്ന് മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാണ്, അല്ലേ? മെയിൻ്റനൻസ് കാരണം വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയും നമുക്ക് ചെയ്യാം എന്ന് വയ്ക്കാമെന്ന് വെച്ചോളൂ. പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീടിൻ്റെ ദർശനം തെക്കാണെന്ന് വെച്ചോളൂ. തെക്കോട്ട് ദർശനമുള്ള ഒരു വീട്ടിൽ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വീടിൻ്റെ ഏത് ഭാഗത്തായിരിക്കും വെള്ളം കെട്ടി നിൽക്കുക? തെക്ക് ഭാഗത്തല്ലേ? തെക്ക് ഭാഗത്ത് വെള്ളം വരാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതേപോലെ തന്നെ കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ നമുക്കിത് ചെയ്യാം. ആ കിഴക്ക് ദർശനമുള്ള വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗ്രൗണ്ടിൽ, അതായത് ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇതേപോലെ സെറ്റ് ചെയ്താൽ നോ പ്രോബ്ലം. കാരണം അവിടെ താഴ്ന്നു കിടക്കാം, ജലസാന്നിധ്യം വരുന്നതിന് തെറ്റില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് മാത്രം. മറ്റുള്ളിടത്ത് ആ ലിവിങ് റൂമിൻ്റെ വേറെ എവിടെ കൊണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് ദോഷമാണ്. കഴിയുന്നതും എന്താ പറയുക, ഇങ്ങനെയുള്ള ഫിഷ് ടാങ്കൊക്കെ നമുക്ക് ചൈനീസ് ടാങ്കൊക്കെ എപ്പോഴും ക്ലീൻ നടന്നുകൊണ്ടിരിക്കുന്ന ടാങ്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. അതൊക്കെ ഭിത്തിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഗ്രൗണ്ടിൽ നമ്മളിപ്പം എന്താ പറയുക സാമ്പത്തികം കൂടുതലുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന കറക്റ്റ് സ്ഥാനം നോക്കി നമ്മളത് ചെയ്തില്ല എങ്കിൽ നമുക്കത് ദോഷമുണ്ടാവും. മാത്രമല്ല ഫിഷ് ഇടുമ്പം പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പല വീടുകളിലും നമ്മൾ ഈ ടാങ്ക് വയ്ക്കാൻ ഫെങ്ഷുയിൽ പോലും പറയാറുണ്ട് 8 ഗോൾഡ് ഫിഷും 1 ബ്ലാക്കുമാണ് അത് ഇടാൻ പറയുന്നത്. ടോട്ടൽ 9 എണ്ണം. അപ്പം എന്തിനാണ് ഈ മീൻ വളർത്താൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെറ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു മൃഗമായിരുന്നാലും മത്സ്യമായിരുന്നാലും അല്ലെങ്കിൽ ലവ് ബേർഡ്സൊക്കെ ആയിരുന്നാലും നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അതൊന്ന് ബാധിക്കും എന്നൊരു പഴയൊരു ഇതുണ്ട്. ഒരു എന്താ പറയുക ഒരു വിശ്വാസമാണത്. അതങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ദോഷം അത് സ്വീകരിക്കും, അതിന് മരണം സംഭവിക്കുന്നതാണ്. അതിന് രീതി അനുസരിച്ചാണ് നമ്മളിപ്പോഴും അത് ചെയ്യുന്നത്. കുറേയൊക്കെ അത് സത്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് വളർത്തുന്നത്. ഇപ്പോൾ നമ്മളൊരു പട്ടിയെ വളർത്തി, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ ആദ്യം അത് തീർന്നു പോയാൽ മനുഷ്യൻ മരിക്കുന്നതിന് തുല്യമാണെന്ന് അതെ ആ ഒരു പഴമക്കാരുടെ ഒരു ഇതാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഫിഷ് ടാങ്കൊക്കെ ഇടാൻ പറഞ്ഞത്. പിന്നെ നല്ല സാമ്പത്തികത്തിൻ്റെ ഗ്രോത്ത് കൂടാൻ. കാരണം 8 ഗോൾഡ് ഫിഷ് ഒരു ബ്ലാക്ക് മീനും ഇടുമ്പോൾ അത് തെക്ക് കിഴക്ക് ഭാഗത്ത് ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഗ്രൗണ്ടിലല്ല മുകളിൽ വലിയ ടാങ്ക് സെറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് വയ്ക്കാം. അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് വയ്ക്കാം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വയ്ക്കാം. അതിൻ്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തൊന്നും അത് വയ്ക്കാൻ പാടില്ല. തെക്ക് ഭാഗത്ത് വയ്ക്കാൻ പാടില്ല, പടിഞ്ഞാറ് വയ്ക്കാൻ പാടില്ല, തെക്ക് പടിഞ്ഞാറ് മൂലയിലും നമ്മൾ ആ ഫിഷ് ടാങ്ക് വയ്ക്കാൻ പാടില്ല. ഫിഷ് ഇടുന്നത് പോലെ തന്നെയാണ് നക്ഷത്ര ആമ വീട്ടിൽ സൂക്ഷിക്കുന്നത്. അത് ഒരിക്കൽ അത് പൊട്ടി അതിങ്ങനെ പുറത്തോട്ട് അങ്ങ് ഒഴുകിപ്പോയി ഫിഷ് ടാങ്ക് പൊട്ടിയിട്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് എക്കണോമിക്കലി അവർ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് കുറേയൊക്കെ നമ്മളിതിൽ നോക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ പൊട്ടിപ്പോയത് കൊണ്ടാണ് എൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലും കുറേയൊക്കെ വരാം. പിന്നെ ഇതിനകത്ത് നക്ഷത്ര ആമ എന്ന് പറയുന്ന ആമ സാധാരണ വീട്ടിൽ വളർത്താറുണ്ട്. വീടിൻ്റെ പുറത്ത് നോർത്ത് സൈഡിൽ ആമയെ വളർത്തി കഴിഞ്ഞാൽ കുറച്ച് നല്ല തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുമെന്നാണ്.
അത് ഈ നക്ഷത്രാമയൊക്കെ ആൾക്കാർ ഈ വീടിനകത്ത് ഇട്ട് വളർത്തും വളരെ സാധാരണ rare ആയിട്ട് കിട്ടുന്നതാണ്. കിട്ടുന്നതാണ്. ഇപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതും ഏത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ്. അതിനൊക്കെ ക്യാരറ്റൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഫുഡൊക്കെ കൊടുക്കേണ്ടത് ഡെയിലി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ഇതുണ്ടാവും. പക്ഷെ അതിന് നക്ഷത്രാമയൊക്കെ വളർത്തുന്നതിൻ്റെ ജലമൊക്കെ കുറച്ച് മതി. അങ്ങനെ രീതിയിലാണ് നമ്മളും ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരോണ ഫിഷ് ഇടുന്നുണ്ട്. ഫ്ലവറോൺ, ഇപ്പം ഇനി ഫ്ലവറോണാണ് ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്നത്. അത് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഈ അരോണയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിച്ച് വളർത്തിക്കുമ്പോൾ നമ്മൾ യാദൃശ്ചികമായിട്ട് ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ അതിലുള്ള നെഗറ്റീവ് എനർജി അബ്സർവ് ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട്. അത് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അതാണ് ചൈനീസ് ഫിഷാണത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ തിരിച്ചറിയാൻ പറ്റും. എനിവേ നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്രൗണ്ടിലൊക്കെ അത് സെറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. സെറ്റ് ചെയ്യുന്നതിന് തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്. സെറ്റ് ചെയ്യുന്ന പൊസിഷൻ നോർത്ത് ഈസ്റ്റ് ആയിരിക്കണം. അവിടെ സെറ്റ് ലിവിങ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണമുണ്ടാവും. അതേപോലെ തന്നെ ഫിഷ് ടാങ്ക് വയ്ക്കുമ്പോൾ നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഈസ്റ്റിൽ വയ്ക്കാം, അല്ലെങ്കിൽ നോർത്തിൽ വയ്ക്കാം. ഇതെല്ലാം ചെയ്യുന്നത് ലിവിങ് റൂമിലായിരിക്കണം. ബെഡ്റൂമിലോ വേറെ ഒരിടത്തും ഡൈനിങ്ങിലും വയ്ക്കാം. ബെഡ്റൂമിലൊന്നും കൊണ്ട് നമുക്ക് ജലസാന്നിധ്യം വയ്ക്കാൻ പാടില്ല. ബെഡ്റൂമിൽ ജലത്തിൻ്റെ പിക്ചർ പോലും വരാൻ പാടില്ല എന്ന് തന്നെ പറയാറുണ്ട്. അതൊക്കെ വരും എപ്പിസോഡിൽ. മുമ്പ് കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച്. എന്നാലും ഒന്നും കൂടെ ഓർമ്മിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇതൊരു അകത്തളം എന്ന് പറയുന്ന സമ്പ്രദായം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അകത്തളമുള്ള വീടുകളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എല്ലാ എക്സ്പെർട്ടായിട്ടുള്ള വാസ്തു വിദഗ്ധരെ കാണിച്ചിട്ട് വേണം ആ പ്ലാനൊന്ന് റീകറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാനവിടെ ഉണ്ടാവും. എന്നെ വിളിച്ചിട്ട് വരിക. നമസ്കാരം.